വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ അമ്മ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് പാർട്ട് 4 ആണ് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് ഗൈസ്. ഞാനിപ്പോൾ വീഡിയോ എടുത്ത് അപ്പോൾ അറിയാതെ കട്ടായിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ ആദ്യം തൊട്ടൊരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഗൈസ് കാട്ടിത്തരാം. നമ്മൾ ഇവിടെ നിന്ന് മരം വെട്ടി വെച്ച് ഇതേ ഇവിടെ നിന്ന് ഈ മരം അങ്ങനെ ഒരു സ്റ്റാക്ക് മരം കിട്ടി. അതിന് നമ്മൾ അതേ വുഡ് ഉണ്ടാക്കി. അപ്പോഴാണ് കട്ടായി പോയത്. പിന്നെ ഞാൻ ഇതേ ഇവിടെ നിന്ന് മുറിച്ച് ഇതേ ഇവിടെ നിന്ന് അല്ല ഇവിടെ നിന്നാണ് ഇവിടെ നിന്നല്ല ഇവിടെ നടന്ന് മുറിച്ച് കഴിച്ച്. എന്നിട്ട് പിന്നെ പൊക്കത്തോട്ട് പോയപ്പോഴേക്കും ഓഫായി പോയി ഗൈസ് വീഡിയോ. അപ്പം ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോഴാണ് ഗൈസ് പറഞ്ഞേക്കണം എന്താ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്ത് ഗൈസ്. ഒന്ന് അവിടെ എത്തിയേക്കട്ടെ. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇത് ഫുള്ള് പരത്തിയിട്ട് ഇവിടെ ഒരു കൗവല്ല ഒരു കോഴി ഫാം തുടങ്ങാൻ പോവുകയാണ്. കോഴി ഫാം. അത് എഗ്ഗ് ഉണ്ടാക്കിയിട്ട് എഗ്ഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഇവിടെയായിട്ടാണ് എന്നാ സംഭവം. ഇത് ഫുള്ള് കളയും, പരന്ന പ്ലേസ് ആക്കും, ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കും എല്ലായിടത്തും. ഇപ്പം നമുക്ക് പോയി കിടന്നുറങ്ങാം. രാത്രി ആണ് ഇതേപോലെ പൊങ്ങിയാനുണ്ട്. കിടന്നുറങ്ങാം. ബ്ലൂബെഡി കിടന്നുറങ്ങി ആദ്യമായിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടി വെച്ച്, പക്ഷേ ഈ വീഡിയോയിലും കൂടി കാട്ടാം. നമ്മൾ ക്രിയേറ്റീവ് ആണെന്ന് കുറേ ഒരാൾ പറഞ്ഞു വെച്ച്. ഇതേ ഓപ്പൺ ജൂലാൻഡ് ഓഫാണ് സർവേ കണ്ട. ഇങ്ങനെ ക്രിയേറ്റീവ് ചെയ്തിട്ട് ഇത് കൊടുത്താൽ മാത്രമേ ക്രിയേറ്റീവ് പോകത്തുള്ളൂ, അല്ലെങ്കിൽ ഓഫ് ആയിരിക്കും. അല്ല ചാറ്റ് ഓൺ ആക്കിയിട്ടാൽ മാത്രം പോകത്തുള്ളൂ. എന്നിട്ട് ഇത് കൊടുക്കണം എന്നാലേ പോകത്തുള്ളൂ. ഇപ്പോൾ ഓഫാണ് ഗൈസ്. നമ്മൾ ക്രിയേറ്റീവ് ഒന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റേഴ്സ് വെച്ചിട്ട് ഇവിടെ പെട്ടെന്ന് കയറി വരാനുള്ള സെറ്റ് ചെയ്യാം. അത് നമ്മൾ സെറ്റ് ചെയ്യണം. സ്റ്റേഴ്സ് ഉണ്ടാക്കാൻ എനിക്കറിയത്തില്ല. കുറേ വുഡ് എടുത്തിട്ടുണ്ട്. വുഡ് മാത്രം മതിയാവും സ്റ്റേഴ്സിന്. സ്റ്റേഴ്സ് ഉണ്ട്. സ്റ്റേഴ്സ് ഓക്കെ. ഇപ്പം നമുക്ക് ഇവിടെ പൗതി വെച്ചിട്ട് സെറ്റ് ഇവിടെ വെച്ചിട്ട് പൗതി എടുത്തിട്ട് ഇവിടെ വെക്കുക, പൗതി എടുത്തിട്ട് ഇവിടെ വെക്കുക, പൗതി എടുത്തിട്ട് ഇവിടെ വെക്കുക, പൗതി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതങ്ങാട് ഫുൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് 60 60 വേണ്ട കൈസ്, കുഴപ്പമില്ല. 60 കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഇത് വെക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശോകമാണ് കൈസ്. സ്റ്റെപ്പില്ലാതെ നടക്കുമ്പോൾ ഇച്ചിരി ശോകമാണ്. നമ്മൾ പെട്ടെന്ന് കയറി പോവാം. പക്ഷെ നേരത്തേക്കാൾ ഭംഗി കുറവാണ്. അതൊന്നും കുഴപ്പമില്ല. ഇതിന് പൊട്ടിക്കണം. ഞാൻ ഇതാണ് വെച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് സ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറാം. ഇവിടെ മാത്രം ഇങ്ങനെ ചാടി കയറണം. ഇവിടെ നമുക്കിങ്ങനെ ഫും എന്നും പറഞ്ഞ് കയറാം. അത്ര ഫുമ്മില്ല എന്നാലും. അപ്പോൾ നമുക്ക് ശവരുണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ശവരുണ്ടാക്കാനായിട്ട് സ്റ്റിക്കില്ല. സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. അത്യാവശ്യം ശവര് വേണ്ട, അധികമൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം വേണം. നാല് ശവര തന്നെ കാണാണ്ട് ഉണ്ടാക്കാം. ഓക്കെ. എന്നിട്ട് വേണ്ട, വാട്ടർ ബക്കറ്റ് വേണ്ട, ലൈറ്റ് ഇപ്പോൾ ഉണ്ടല്ലോ, 2 മതി. നമുക്ക് ഇതിൻ്റെ ഫുള്ള് ക്ലിയർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ക്ലിയർ ചെയ്യാം. ഇത് ഫുള്ളും ക്ലിയർ ചെയ്തപ്പോൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കാണാം, ഇച്ചിരി കാണാം. അപ്പുറത്തെ കളയും ഗൈസ്. ഇവിടുത്തെ മാത്രമല്ല അപ്പുറത്തെ കളയും.
കഴിഞ്ഞാൽ ഇവിടുത്തെ പണി ഞങ്ങൾ കഴിഞ്ഞ് ഇനി ഇടാൻ പോണത് ഇങ്ങനെ ഇവിടം വരെ ഇങ്ങനെ ഇടണം. ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇടണം. പിന്നെ ഇവിടെ വെക്കണം. എന്നിട്ട് അവിടെ കൂടി ഇങ്ങനെ നടക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി ഗൈസ്. എന്താ വെച്ചാൽ അതങ്ങനെയാണ്. നല്ല രസമുണ്ട് അവള്. എന്നിട്ട് ഇവിടെ രണ്ട് ഇട്ടിട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കയറാം. ഓക്കെ. എന്നിട്ട് ഇവിടെ ഫെൻസ് അങ്ങനെ മതി. മനസ്സിലായി ഞാൻ പറഞ്ഞ ഗൈസ്. വിളമ്പരല്ലേ ഇനിയും പറഞ്ഞു. ഇത് നമ്മൾ വെട്ടും. ഇത് നമ്മൾ വെട്ടിട്ട് ഇത് വെട്ടിടും. എന്നാലേ അതുങ്ങൾക്കൊരു ഇത് രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കല്ലി താമസിക്കേണ്ടി വരും. നമ്മുടെ മാത്രം നോക്കിയാൽ പോരല്ലേ ഗൈസ്, അതിൻ്റെ നോക്കണ്ടേ. നമുക്ക് ഇതും കൂടി വെട്ടിക്കഴിഞ്ഞാൽ ഫെൻസ് ഇടാം. ഫെൻസ് എന്നല്ലേ പറയണ ഗൈസ്. കഴിഞ്ഞാൽ അയണ്ണൊന്നും പവറില്ലേ ഗൈസ്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ഞാൻ കാട്ടിത്തരാം. ഇപ്പം നൈറ്റ് അല്ലേ. നമ്മിപ്പോൾ എത്ര ദിവസം എന്നൊക്കെ നമുക്ക് പറയാം ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി ശോകമാണ് നിങ്ങൾ സൗണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പരത്തിയിട്ടുണ്ട്. നമ്മളെ കയ്യിലോട്ട് 8:51 എന്നുണ്ടെങ്കിൽ നൈറ്റ് വ്യൂ ഞാൻ കാട്ടിത്തരാം. അധികമൊന്നുമില്ല ഗൈസ്. ഇച്ചിരി ശോകമാണ്. ഇത്ര ഉള്ളു നൈറ്റ് വ്യൂ. ലോങ്ങിൽ നോക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ്. അതിലത്ത് നോക്കുമ്പോൾ ഇച്ചിരി ശോകം. എല്ലായിടത്തും ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഫുള്ള് ലൈറ്റ്. ഒരു വെട്ടക്കുറവില്ല. എല്ലായിടത്തും ലൈറ്റ് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ലൈറ്റ് ഉണ്ടാവും. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വീട്. ഇത്ര ഉള്ളു. വേറെ 2 നില പണിയും കഴിച്ചു. പൊക്കത്ത് പണിയും അതിപ്പോൾ എല്ലാവരും പിന്നെ. അപ്പോൾ നമുക്ക് ഇത്ര ഉള്ളു. ഇനി നമുക്ക് ഫെൻസ് വെക്കാൻ ഫെൻസ് ബാക്കി വെക്കാം. ഇവിടെ കൂടി ഇതിൻ്റെ ഒരു കൊല്ലണ്ട ഫെൻസിങ് ആടെ വെക്കണ്ടേ. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വേണം. ഇതൊരു മലപ്പുറത്തുണ്ടാവും. നമ്മുടെ അടുത്ത് ലൈറ്റ് ഉണ്ടല്ലോ. 25 ലൈറ്റ് ഉണ്ട്. അടുത്ത് നമ്മൾ ലൈറ്റ് വെക്കും. വീട്ടാന്ന് വെച്ചതാ. അപ്പോൾ വഴിക്ക് ലൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പുറത്തോട്ട് ലൈറ്റ് വേണം, ഈ അറ്റത്തോട്ട് ലൈറ്റ് വേണം. അങ്ങനെ വെച്ച് ഞങ്ങൾക്ക് ഒരു സാധനം കൂടി വേണം. റെഡ് കൂടി ഇങ്ങോട്ട് വയസ്സ് നാളെ ഇട്ട് വരാം വയസ്സ്. അപ്പോൾ വയസ്സ് നമ്മൾ എത്ര ദിവസമായി നമ്മൾ എവിടെ കാണാനുള്ളതാ ഗൈസ്? ഡേ എവിടെ? 17 ദിവസമായി ഗൈസ്. 17 ദിവസമായി. 2 ദിവസം ഞാൻ തന്നെ കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ 17 ദിവസം ഒന്നാവില്ല. ബാക്കി പരിപാടി മറ്റേ നമ്മൾ ക്രാഫ്റ്റിൻ്റെ വേണം. മറ്റേ മരമില്ലല്ല, ഹൈ മരം വെച്ച് ഉണ്ടാക്കാം ഗൈസ്. സ്റ്റിക്കാണ് അതിന്. നമ്മളെ ഒന്നും നോക്കണ്ട. സ്റ്റിക്കങ്ങാട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഉണ്ടാക്കാം. ഇതൊന്നും വേണ്ട. സ്റ്റാക്ക് കൂടെ വെക്കുക. എന്നിട്ട് പിന്നെ
അയ്യോ ഇതൊരു സ്റ്റാക്ക് ഉള്ളത്. സ്റ്റാക്ക് ഇവിടെ വെക്കുക, ഇവിടെ വെക്കുക, ഇതിവിടെ വെക്കുക, ഇതിവിടെ വെക്കുക, ഇവിടെ ഇത്ര 48. അത് മതി. ഒരു മറ്റേതും ഉണ്ടാക്കണം. വെയിറ്റ് ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം മതി. രണ്ടെണ്ണം മതി ഗൈസ്, ധാരാളം. രണ്ടെണ്ണം ഇതിവിടെ വെക്ക്. കണിയല്ല ഇനി നോക്കാം ഗൈസ്. രണ്ടെണ്ണം മതി. ഇനി എടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം ഗൈസ്. നമ്മ അപ്പം ഇവിടെ പരത്തിട്ടുണ്ട് ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. നമുക്ക് ഇവിടെ കൂടി ഇങ്ങനെ നോക്കാം. ഇത്രയും വരെ വെക്കണ്ടേ? ഇത്രയും വരെ വെക്കാനായിട്ട് ഇവിടെ ഡേറ്റ് വേണ്ടേ? ഡെട്ട് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് എഴുതി. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടം വരെ മതിയാവും. വരെയാണ് അല്ലെങ്കിലും. എന്നിട്ട് നമുക്ക് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിക്കണം. ഇതിനി വേണ്ട, അത് കുഴപ്പമില്ല. വീട്ടിൽ ഞങ്ങൾ ഇതേ പോണു ഒരു പൂച്ച ഇതൊക്കെ. പിന്നെ ഇവിടെ വെറുതെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. എല്ലായിടത്തും ലൈറ്റ് വേണം ഗൈസ്, എന്നാലേ അതിനൊരു ഇതുണ്ടാവും രസം. ഇനി മറ്റേതവിടെ ഈ സാധനം എടുത്തിട്ട് ഇവിടെ രണ്ടെണ്ണം വെക്കുക. ഇത്രേ ഉള്ളൂ. ഇവിടെ ഒരു ലൈറ്റ് ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ സെറ്റാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അത് സെറ്റായിട്ട് ഇനി കോഴിനെ പിടിക്കണം. കോഴിനെ പിടിക്കാനായിട്ട് എങ്ങനെ പിടിക്കുമെന്നാണ് എനിക്ക് ഗൈസ്. മറ്റേ സാധനമില്ല. കോഴി ഇവിടെ ഉണ്ട്. ഇതാണ് മറ്റേ ഇതെങ്ങനെ ഉണ്ടാക്കണം ഗൈസ്. ഞാൻ ഒന്ന് യൂട്യൂബിൽ നോക്കണം. മറ്റേ കയറെങ്ങനെ ഉണ്ടാക്കണം? അതിന് 3 ഇത് വേണ്ടേ? സ്ട്രിങ് വൂളും വെച്ച് ഉണ്ടാക്കാറ്റില്ലേ? പറ്റണം. വൂളും വെച്ച് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമോ നോട്ടെ. ഇവിടെ എന്തെങ്കിലും വെച്ചാൽ മതി. വെഡിങ് ആണോ ഇതേ? വൂട് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് കിട്ടൂലേ? കിട്ടണം. അങ്ങനെ കിട്ടണ്ട. കാർപ്പറ്റ് വെയിറ്റ് വൂട് ഞാൻ നടക്കണം. 3 വൂട് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിങ് കിട്ടിയാ ഭാഗ്യം. എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞ. പിന്നെങ്ങനെ എടാ സ്ട്രിങ് ഉണ്ടാക്കണം എങ്ങനെ? അവിടെ തന്നെ ഇരിക്കട്ടെ. സ്ട്രിങ് ഞാൻ വൂടും വെച്ച് ഉണ്ടാക്കുമെന്ന് അറിയാം. എനിക്ക് തോന്നാണ് പറ്റുമെന്ന്. നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഇത് മതിയോ? എന്തെങ്കിലും മതി കേട്ടോ. മതിയില്ലേ? റെഡ് ഏതിലെങ്കിലും വെക്കാം. എന്നിട്ട് നമുക്കിനി സ്ട്രിങ് ഉണ്ടാക്കണം എങ്ങനെ നോക്കിയിട്ട് പറയാം ഗൈസ്. എനിക്കറിഞ്ഞൂടാ ഗൈസ് എങ്ങനെയാണ് വൂളുണ്ടാക്കണേന്ന്. വൂളല്ല, സ്ട്രിങ് ഉണ്ടാക്കണേന്ന്. അപ്പം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. വൂളും വെച്ച് സ്ട്രിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നോക്കാം ഗൈസ്, വൂളും വെച്ച് പറ്റുമെന്ന്. നമ്മുടെ വീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് എടുക്കാം. എടുത്തിട്ട് നടാം. കിട്ടണം. ക്യാരറ്റ് ആയിട്ടുണ്ട്. എല്ലാം കൂടി നടാം. എല്ലാം കൂടി നട്ടാലും ഒരു രസമില്ല. എല്ലാം കൂടി ഒരുമിച്ച് നട്ടാം. എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് നട്ടാലേ പെട്ടെന്ന് വളരുള്ളൂ. പെട്ടെന്നല്ല ഒരുമിച്ച് വളരുള്ളൂ.
കഴിഞ്ഞോ? ആ ഒരു സ്റ്റാക്കുണ്ട് ഇവിടെ. പേടിച്ചു പോയി ഗൈസ്. പിന്നെ ക്യാരറ്റ് നമ്മുടെ കയ്യിലാണ്. ക്യാരറ്റ് ഇത് മാറ്റണം. ക്യാരറ്റ് ഇല്ല മാറ്റണ്ടേ? അത് പോയി. അല്ല അത് ഇതായിട്ടില്ല. ഇത് എന്നാലും പൊളിക്കാം. ഉറങ്ങി തരാൻ 60 ക്യാരറ്റ്. പൊളി ഫാം നടത്താൻ ലാഭം ഉണ്ടോ? എല്ലാവരും ഫാം നടത്താൻ തുടങ്ങിക്കോ കളിക്കണമെങ്കിൽ. ഈ ആപ്പിൻ്റെ ഗൈസ് ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ അടുത്ത വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്യാം. സമയം കിട്ടണം ലൈവ് ചെയ്യാനായിട്ട്. ഗെയിമിംഗ് വീഡിയോ ഇടണം. പിന്നെ സമയം കിട്ടണം. ഫുള്ള് ബിസിയിലായി. ഇനി നമുക്ക് സ്ട്രിങ് കണ്ടുപിടിക്കാൻ പറ്റണം ലൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ പോവാം. വല്ല മൈനിങ് ഏരിയയിലും പോവാം. മൈനിങ് ഏരിയ പോയത് നടക്കുള്ളൂ ലൈസ്. നമുക്ക് അങ്ങാട് മൈനിങ് ഏരിയ ഉണ്ട്. ഇങ്ങാട് ഒന്നുമില്ല. അങ്ങാട് നടന്നിട്ട് പറയാം ഗൈസ്. ഗൈസ് ഇവിടെ കുറേ കോഴിയുണ്ട് ഗൈസ്. ദഹിക്കണം പറഞ്ഞു. പക്ഷേ അതിന് എടുക്കാറില്ല ഗൈസ്. അതിന് മറ്റേ സാധനം നമ്മ എങ്ങനെയെങ്കിലും ഒപ്പിക്കും ഗൈസ്. ഞാൻ ഇപ്പം മൈനിങ്ങിന് വേണേണ്. രാത്രി ആവാൻ തുടങ്ങിയാലോ കുഴപ്പമില്ല. ഞാൻ ഇനി അങ്ങനെ നടക്കട്ടെ ഗൈസ്. ഒരു ബെഡ് കഴിപ്പിച്ചേക്കാം. വില്ലേജറിനെ എടുക്കാം. അതൊരു ഗുഡ് ഐഡിയ ആണ്. ഷീപ്പ് ഫാം തുടങ്ങണോ? വേണ്ടത് ഇവിടെ ഉണ്ടാവും ഗൈസ്. ബെഡ് ഉറപ്പാണ് അവിടെ ഉണ്ടാവും. മോനെ ഞാൻ ഇതെടുക്കണേ. ഉറപ്പായിട്ട് പിന്നെ തരാം. ഉറപ്പായിട്ട് തരും. ഇങ്ങനെ കിടന്നിട്ട് പോയാൽ ഓക്കെ. നീ ബെഡ് എന്താ മഞ്ഞ ബെഡ് എനിക്ക് കിട്ടുപോയി. നമുക്ക് അങ്ങാട് അവിടെ മൈൻ ഷാഫ്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടായാൽ മതി. മൈൻ ഷാഫ്റ്റ് ഉണ്ടായില്ലെങ്കിലും ഒരു ഇതുണ്ടായാൽ മതി. ഗുഹയിൽ സ്പൈഡർ ഉണ്ടായാൽ മതി. ശരിക്കും രാത്രി നടന്നതിന് സ്പൈഡറിന് കിട്ടുമല്ലേ? മറന്നു കേസ്. രാവിലേക്ക് ഞാൻ നടക്കാം. അപ്പം കിട്ടുമായിരിക്കും. ഷുഗർ ഫാമിൻ്റെ ഒരു ഇത് തുടങ്ങണം. ഷുഗർ ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരെ ഞാൻ മറന്നുപോയി. എന്ത് ഷുഗറാണെന്നാവും. അവിടെ നിന്നാണ് അമ്മ വന്നത്. അവിടെ നിന്നാണ് വന്നത്. ഇവിടെ വില്ലേജ്. അപ്പം നേരെ ഇങ്ങനെ നടക്കാം. നേരെ ഇങ്ങോട്ട് വരെയും ചെയ്യാം. ബുദ്ധി വേണം കേസ്. ബുദ്ധി ഓർ വാട്ട്. കേവിട്ടി അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി കൊടുക്കാത്ത ഒളിഞ്ഞ് എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയറാം. എന്താണിത്? ഒരു ഗുഹ മാത്രമുള്ളതാ. അയ്യേ ഇതൊന്നും സ്പോണായുമില്ല. ഇഷ്ടമില്ല കേട്ടോ. ഗൈസ് ഇത് ഞാനവിടെ കണ്ടിട്ടുണ്ടല്ലോ. അയ്യത് ഇവിടെ നിന്ന് എനിക്കെന്തോ ഡയമണ്ട് കിട്ടിയത് അല്ലേ? ആണോ? അല്ല ഇവിടെ നിന്ന് ക്രീപ്പർ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മ ഇങ്ങോട്ട് പോയി അല്ലല്ലേ? ആണോ? അറിയത്തില്ല. അല്ല ഇവിടെ എനക്കുണ്ട്. അല്ല വേറെ ഏതോ ആണ്. പിക്കാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ അടുത്ത് കുറേ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ സിമ്പിളാണ്. കോളില്ല ഒരു കാര്യം. പക്ഷെ ഇപ്പോൾ മരം ഉണ്ടല്ലോ. മരം കൊണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്കിനി ഇങ്ങോട്ടാണ് നമ്മ അങ്ങാടല്ലേ കൊണ്ട് മറന്നു പോണേ. ഇങ്ങാടല്ലേ? ഇങ്ങാട് കുറേ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. ഡയമണ്ടൊന്നും ഉണ്ടാവത്തില്ല എനിക്ക് ഉറപ്പുണ്ട് അത്യാവശ്യം. പക്ഷെ ഇതൊരു കേവാണ് മനസ്സിലായി. കേവാണ്. ഇതൊക്കെ ഉണ്ടാൻ കേവാണല്ലോ. ഇത് എങ്ങാടാണ്? ലാവയിൽ നിന്ന് ഞാൻ ഉണ്ടായില്ല. ഇങ്ങാട് പോയി എങ്ങാട് എടുത്തു. പക്ഷെ ഞാൻ എല്ലാ വഴിയൊന്നും പോണേണ് വെറുതെ. ഇവിടെ ലാവ വേണ്ട.
ലൈറ്റ് എന്താ പിന്നെ ഡയമണ്ട് ഇല്ലല്ലേ ഇവിടുന്ന് കഴിഞ്ഞു എന്നൊക്കെ അങ്ങ് കിടക്കാം ഇതെങ്ങാണ് ഇത് എല്ലായിടത്തും വഴിയുണ്ടല്ലോ ഇവിടെ എത്തിയപ്പോ ഒരു ഐഡിയ ഇല്ല ഗൈസ് വന്ന വഴിയിൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ പോവാം ഡയമണ്ടൊന്നും ഇല്ല എൻ മാത്രം ഉള്ളതാ എൻ കുറേ ഉണ്ട് അതെടുത്തേക്കാം ആവശ്യം വന്നാലോ കൂട്ടുകാരാണ് ഗൈസ് കൂട്ടുകാരാണ് അതെടുക്കണ്ട ഗൈസ് ഞാൻ കട്ടായിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പം അമ്മ ഇവിടുന്ന് അതിനെടുത്തിട്ടുണ്ട് ഇവനും 4 6 കിട്ടി ഇങ്ങാടെ കാണാ അതെയായിരുന്നു അത് നമുക്ക് അല്ലാണ്ട് ഗൈസ് അതായത് നമുക്കൊരു സ്റ്റാക്കോളെന്നാണ് നമുക്ക് അയണ്ട ഒരു ഇത് എടുത്തിട്ട് ഏതാണ് ബോക്സ് അല്ല അയൺ ബ്ലോക്ക് കണ്ണാടുള്ള ഇതിൻ്റെ വൈറ്റാണ് വൈറ്റാണ് 2 ലൈറ്റ് വെക്കല്ലേ ആകെ ഇനി 3 കൂടി ഉള്ളു ഇവിടെ ഒന്നുമില്ല ഇവിടെ അയണുണ്ട് എല്ലായിടത്തും നമ്മൾ അയൺ എടുക്കും ഗൈസ് തോന്നിയതാണ് പൊക്കത്തോട്ട് ഒന്നുമില്ല തീരുന്ന ഇപ്പം ഇവിടെ എത്തി അടുത്ത സ്ഥലത്തെത്തിയ ഗൈസ് നമ്മളിപ്പോൾ വന്ന വഴി എനിക്ക് പോകാൻ മറന്നു ഞാൻ ഉറപ്പാണ് അമ്മേ നമുക്കൊരു ഐഡിയ ടോസ് വെച്ച് ഇത് നിൽക്കൂലേ ഇവിടെ ഉണ്ടെങ്കിലാ ഡയമണ്ട് അല്ല എന്തെങ്കിലും അപ്പോഴേക്കും ഇവിടെ ലൈറ്റ് വെച്ചേക്കാം അല്ലെങ്കിലേ രാത്രിയോ ഇരുട്ടോ ഓ അയനുണ്ട് അതുണ്ട് അയണൊക്കെ സെറ്റാണ് ഇവിടെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകണം ഓ അയൺ നോക്കി ഡീപ്പറല്ലേ ഓടറാ ഞാൻ ഹാപ്പി ഇതെന്താണ് ഇത് എൻ്റെ അമ്മേ ഫൈറ്റിന് ഞാൻ തയ്യാറാണ് ഫൈറ്റ് ഈസ് മൈ എനർജി ഇഞ്ഞണ്ടോ ടോർച്ചിലുണ്ടാക്കാൻ എനിക്ക് കോളില്ല അടിയിലോട്ട് അങ്ങോട്ട് പോണാണ് എന്താ ക്രീപ്പർ ഓടിക്കോ നമുക്ക് പിന്നെ വരൂടാ അപ്പം അങ്ങ് വന്ന വഴി ഞാൻ തിരിച്ചോ ഗൈസ് അതിനടുത്തിട്ടും പോവാം അല്ലെങ്കിൽ ഞാൻ അതിനടുത്തില്ലെന്ന് ഷോ പോകും ക്രീപ്പർ ഇപ്പം നടന്നു വന്നതിന് എന്നെ ഞാൻ ചത്തു ക്രീപ്പർ ഒന്നും മനില്ല ടോർച്ച് വെച്ച് കൊടുത്ത് തന്നെ ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് പിന്നെ ഒരു ദിവസം വരാം അമ്മ ഒരു ഇത് നോക്കി ഇറങ്ങിയാണ് അമ്മ ഈ വഴിയല്ലോ അമ്മ ഉറപ്പാണ് വഴി അധികം മറക്കൊന്നുമില്ല 4 മാർക്കും കേസ് എനിക്ക് മറവിച്ചിട്ട് കൂടുതലാണ് പ്രത്യേകിച്ച് വഴിച്ച് അകലം കൂടുതൽ നമ്മിന്നെ അവിടം വരെ ഈ വഴി തന്നെ ഓക്കെ അയ്യോ ടോർച്ച് ഈ വഴി അയൺ കിട്ടി അയൺ കിട്ടാം നമ്മൾ അയൺ എത്ര എടുക്കും ടൈം ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ അവിടെ എല്ലായിടത്തും വെക്കും ഇപ്പോൾ ഡയമണ്ട് എടുത്തില്ല ഡയമണ്ട് ബ്ലോക്ക് ആക്കും ഞാൻ ഇപ്പോൾ ഡയമണ്ട് എനിക്ക് ആവശ്യമില്ല പിന്നെയാണ് എനിക്ക് ആവശ്യം ഓക്കെ അപ്പോൾ ഞാൻ ഡയമണ്ട് ആവശ്യമുള്ളപ്പോൾ എടുക്കും ചുമയാണ് ഒറ്റയാണുള്ളൂ ഇങ്ങാട് പോകണമെന്നുണ്ട് പക്ഷേ ഐഡിയ പറ്റി ഒന്നുമില്ല പൊട്ട ഐഡിയ
നല്ല പൊട്ട എഴുതി നല്ല പൊട്ട എഴുതി സൗണ്ട് വിചാരിക്കണം ഈടാ അവൻ ചത്ത് ബുദ്ധി പറയാൻ നമ്മൾ കളിക്കണം എല്ലാത്തിനൊരു ബുദ്ധിയാണ് ഇപ്പൊ വെള്ളമില്ലാത്ത അവസ്ഥയായി നാളെ പോണോ നോക്കട്ടെ അയ്യോ ഇതങ്ങനെ ആദ്യം വയ്ക്കണ്ട എടുത്തിട്ട് അയണുള്ള എടുക്കാം പിക്കാക്സ് ഇപ്പോൾ പൊട്ടും ഗൈസ് എന്തോ അയണാണ് കുറെ അയണുള്ളപ്പോൾ പിക്കാക്സ് ഒന്നും നല്ല ഇല്ല കുറേ ഉണ്ട് ഇത് അതിൻ്റെ അടിയിലോട്ട് ഇത് ഞാൻ പറയട്ടെ 2 പെട്ടിയാനായിട്ട് വന്നതാണ് ഒരു സ്ഥലത്തല്ല ഒരു സ്ഥലത്ത് രണ്ട് ഞാൻ പറയാനുള്ള വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ എനിക്ക് മനസ്സിലാവണ്ട ഞാൻ പറയണ മനസ്സിലാവണ്ടെന്ന് പറഞ്ഞോടാ അപ്പോൾ വയസ്സ് നമ്മ ഇങ്ങാടെ എത്തിയിട്ടുണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം ഓ ഈ പൂവൊക്കെ നമുക്ക് പറിച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കോളാം അപ്പോൾ വയസ്സ് ഇതേ ഞാൻ ആദ്യമായിട്ട് ഇരുട്ടത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈഡറിനെ തപ്പണം സ്പൈഡറിനെ തപ്പാൻ ഇച്ചിരി പാട് കണ്ട സ്കെൽട്ടനുണ്ട് കണ്ട സോംബിങ് നോക്കിയിട്ട് വന്നി സ്പൈഡർ പിന്നെ ഫുഡ് കഴിച്ചില്ല കിട്ടിയില്ലേ ബ്രദർ കുറേ സോംബി സ്പൈഡർ മാത്രം നോക്കിയാൽ മതി സ്പൈഡറിനെ കണ്ടാണ്ട് അങ്ങോട്ട് വയ്ക്കോ സ്കെൽട്ടൻ കാണാൻ പാടില്ല സ്പൈഡറൊന്നും സ്പോണാവുന്നില്ലേ പറഞ്ഞൂട്ടല്ല പണ്ടത്തെ പോലെ ഒന്നുമല്ല സ്പൈഡർ പിച്ചിലുള്ളു സ്പോണാവരൊക്കെ സ്പൈഡറിനൊന്നും കാണാനേ ഇല്ല ഇപ്പോൾ സെറ്റ് ഇനി ഫൈറ്റിംഗ് ആണ് സ്പൈഡറോടെ വേറൊന്നും വേണ്ട അയ്യോ സ്കെൽട്ടൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കണ്ണില്ലാത്തതുകൊണ്ട് വാങ്ങുമായിരിക്കും Dame, ഞാനിപ്പോൾ ചാർന്ന് ദമേ നല്ല റേറ്റുണ്ട് അതൊരു ഞങ്ങളുണ്ടായില്ല ഒരേ എടുത്തിട്ട് പോവാം ഓരോ മേടിച്ചേക്കാം ഗൈസ് ഇത് നമുക്ക് അയ്യോ കാട്ടി മണി മാറ്റിയിട്ട് നമുക്ക് അവിടെ സ്പൈഡർ ഇല്ലേ എന്താണ് ഗൈസ് രാത്രി ഒന്നും ഇപ്പൊ സ്പൈഡർ ഇറങ്ങാറില്ലേ നമുക്കൊന്ന് അങ്ങാട് പോയി നോക്കാം സ്കെൽട്ടനാണ് എനിക്ക് പേടി സിമ്പിളായിട്ട് പോലും ഗൈസ് എന്നാലും എനിക്ക് കിട്ടിയില്ലേ സ്പൈഡറിൻ്റെ സ്ട്രിങ് കുറേ ഫ്ലവറൊക്കെ ഞാൻ പറിച്ച് കിട്ടുന്നുണ്ട് എല്ലാ ഫ്ലവറും വേണം ഈ ഫ്ലവർ ഞാൻ കുറേ എടുക്കും ഇവിടെ കുറേ ഉണ്ട് രാവിലെ അങ്ങോട്ട് മുമ്പ് ഫ്ലവർ എടുത്തുണ്ട് ഇനി പോവാം സ്പൈഡറിൻ്റെ പോയി പോവാം ബി കോഡ് ബി ഹണി ബി
ഓ ഒരു സ്പൈഡറിനെ കിട്ടാൻ എത്ര പണിയാ ഗൈസ്. രാത്രി ഇറങ്ങിയിട്ട് പോലും കിട്ടണം. ഓ ഇവിടെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായിരുന്ന. ഓ ലാഗ് ലാഗ് ലാഗ്. പുതിയ സ്ഥലമുണ്ട്. ലാഗ് ലാഗ്. ഇവിടെയും ഇല്ല സ്പൈഡർ. ഇന്ന് ആരും ഇല്ല ഗൈസ്. സ്പോണാവുന്നില്ല നാട്. കോഴിയുണ്ട്. ഇവിടെ നിന്ന് കുറേ കോഴിനെയൊക്കെ പിടിച്ചിട്ടും പോവാം. എന്നിട്ട് 30 മിനിറ്റ് ഗൈസ്. സ്പൈഡറിനെ കിട്ടണല്ലോ. എവിടെയും നോക്കണ്ടല്ലോ. ഇല്ല. ആ ഈ ചെടി എനിക്ക് ആവശ്യമുണ്ട്. ചെടി എനിക്ക് ആവശ്യമുണ്ട്. എനിക്കതാ കിട്ടാത്ത. എന്തിനാക്കോ? ആ എല്ലാം കിട്ടാം. ഓക്കെ സ്പൈഡറിനെ കിട്ടാത്ത. സ്പൈഡറിനെ കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം. കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിങ് പിന്നെ നോക്കാം. എൻ്റെ പൊന്ന് ഗൈസ്. ആ സ്പൈഡർ രണ്ട് സ്പൈഡർ. ഉണ്ട്. ഓക്കെ സ്ട്രിങ് ആവും. കിട്ടിയില്ലേ രണ്ട് സ്ട്രിങ് പോളി 3 സ്ട്രിങ്. നമുക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ രീതിയിലുള്ള അമ്മേ പോയടാ എൻ്റെ മുമ്പിലൊന്നും വെച്ചു. അപ്പോൾ ഞാൻ ശരിയായിക്കോളാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ രീതിയിലുള്ള ലവ് ആൻഡ് ബൈ. നാളെ വരെ ഗൈസ്.